Welcome to another episode of Adobe Illustrator Malayalam tutorial. So, ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് പുതിയൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്യാം, ആർട്ട് ബോർഡ് എങ്ങനെ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാം, എങ്ങനെ ആർട്ട് ബോർഡ് നമുക്ക് റൈറ്റ് സൈഡിലോട്ടോ ലെഫ്റ്റ് സൈഡിലോട്ടോ ഇങ്ങനെ മൂവ് ചെയ്ത് എങ്ങനെ നമുക്ക് ഷോർട്ട് കട്ട്സ് ഒക്കെ പരിചയപ്പെടാം. പിന്നീട് നമ്മുടെ വ്യൂ പാനലിൽ എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്തി ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ പുതിയൊരു ആർട്ട് ബോർഡ് നമുക്ക് ഇല്ലുസ്ട്രേറ്ററിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് ഫയൽ മെനുവിൽ പോവുക, ന്യൂ, അല്ലെങ്കിൽ കൺട്രോൾ ന്യൂ പ്രസ് ചെയ്താലും മതി. ഫയലിൽ പോവുക, ഫയൽ ന്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ന്യൂ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഇതിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്കിപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് ഉപയോഗിച്ച ഒരു പാർട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കത് വിടാം. അല്ലാതെ നമുക്ക് മൊബൈൽ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ഇപ്പോൾ ഐഫോൺ 10 റെസൊല്യൂഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേസമയം ഐഫോൺ 8 അങ്ങനെ പല പല ഫോണുകൾ, എനിക്ക് തോന്നുന്നു ഐഫോണും ഗൂഗിളിൻ്റെ പിക്സലും അങ്ങനെ കുറച്ച് ഫോണുകൾ, അതായത് മെയിനായിട്ടുള്ള എക്സ്പെൻസീവ് ഫോൺസാണ്. അതിൻ്റെ കുറച്ച് റെസൊല്യൂഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ഫോണിനുള്ള തരത്തിലുള്ള മോക്കപ്പ് ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വാൾപേപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഫോണിൻ്റെ റെസൊല്യൂഷനാണ്. ഇതൊരു പോർട്രേറ്റ് മോഡായിരിക്കും മിക്ക റെസൊല്യൂഷൻ. അത് കഴിഞ്ഞ് നമുക്കുള്ളൊരു വെബ് ഓപ്ഷനാണ്. അതായത് നമ്മുടെ വെബ്സൈറ്റ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇത് ഏകദേശം ലാൻഡ്സ്കേപ്പോ ഒരു സ്ക്വയർ മോഡലോ ഒക്കെ ആയിട്ടായിരിക്കും ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. 1920x1080 ആണ്. അങ്ങനത്തെ ഒരു റെസൊല്യൂഷൻ ടൈപ്സാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്കുള്ളത് ഒരു പ്രിൻറ്റിങ് മീഡിയ ആണ്. അതായത് ലെറ്റർ ഹെഡ്, A4 സൈസ്, ലീഗൽ, നമ്മളെ മുദ്രപത്രം, അതിൻ്റെയൊക്കെ ഒരു സൈസാണ്. ടാബ്ലോയിഡ്, A3 സൈസ്, B4 സൈസ്, പേപ്പറിൻ്റെ പ്രിൻറ്റിങ് സൈസുകളാണ് ഇതൊക്കെ. പിന്നീടുള്ളത് ഫിലിം ആൻഡ് വീഡിയോ. അതായത് ഫിലിം നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്നിടത്ത് നമുക്ക് അതിൻ്റെ ഒരു സൈസ് ഉണ്ടല്ലോ. നമ്മൾ 720p, 1080p, ഇത് 4K, 8K, 2K റെസൊല്യൂഷൻ, അങ്ങനെ പല റെസൊല്യൂഷനാണ് ഇതിലുള്ളത്. പിന്നീടുള്ള ആർട്ട് ആൻഡ് ഇല്ലസ്ട്രേഷൻ. ഇത് പോസ്റ്റർ, പോസ്റ്റർ അതുപോലുള്ള സംഭവങ്ങളാണ്. ഇതിൽ പിന്നെ നമുക്ക് ടാബ്ലോയിഡ് അതുപോലത്തെ സംഭവങ്ങൾ, ലീഗൽ പേപ്പേഴ്സ്, A3, A4 ഇതിലും വരുന്നുണ്ട്. ഞാനിതൊന്നുമല്ല ഉപയോഗിക്കാൻ പോകുന്നത്. ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഈ റൈറ്റ് സൈഡിലെ പ്രീസെറ്റ് ഡീറ്റെയിലിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ചാൻസ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. ഇപ്പോൾ ഇവിടെ പോയിന്റ്സ് ആണ് എടുക്കുന്നത്. പോയിന്റ്സ് നമുക്ക് മാറ്റുമ്പോൾ അവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. പിക്കാസ്, ഇഞ്ചസ്, മില്ലിമീറ്റർ, സെന്റിമീറ്റർ, പിക്സൽസ്. ഞാൻ പൊതുവെ എപ്പോഴും പിക്സൽസ് അല്ലെങ്കിൽ ഇഞ്ചസ്, ചില സമയം സെന്റിമീറ്റർ, ഞാൻ ഇങ്ങനെയാണ് എടുക്കാറുള്ളൂ. പോയിന്റ്സും പിക്കാസും ഞാൻ അധികം ഉപയോഗിക്കുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ പിക്സൽസ് എടുക്കാം. പിക്സൽസ് എടുത്ത് കഴിയുമ്പോൾ 288 പിക്സൽസ് ബൈ 560 പിക്സൽസ്. 288 പിക്സൽസ് വിഡ്ത്താണ്, 560 പിക്സൽസ് ഹൈറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓറിയൻറ്റേഷനും ഉണ്ട്. ഓറിയൻറ്റേഷൻ ഇപ്പോൾ പോർട്രേറ്റ് ഓറിയൻറ്റേഷനാണ്. നമുക്ക് വേണമെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഓറിയൻറ്റേഷനാണ്. ഇവിടെ ആർട്ട് ബോർഡുകളുടെ എണ്ണം, ഈ റെസൊല്യൂഷനിൽ എത്ര ആർട്ട് ബോർഡുകൾ വേണമെന്നാണ് ഇവിടെ ആർട്ട് ബോർഡുകൾ ഉദ്ദേശിക്കുന്നത്. ബ്ലീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോപ്പിൽ ഒരു എക്സ്ട്രാ സ്പേസ് ആണ്. ടോപ്പ് ബ്ലീഡ്, ബോട്ടം ബ്ലീഡും, ലെഫ്റ്റ് ബ്ലീഡും, റൈറ്റ് ബ്ലീഡും. ഇത് നമുക്ക് പ്രൊപ്പോർഷൻ വച്ചും ഉണ്ടാക്കാം, പ്രൊപ്പോർഷൻ ഇല്ലാതെ ആക്കാം. പ്രൊപ്പോർഷൻ വച്ചിട്ടാണെങ്കിൽ ഒരു സൈഡിലെ ബ്ലീഡ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതർ സൈഡും അഡ്ജസ്റ്റ് ആവും. പിന്നെ അതിന് താഴെ നമുക്കൊരു അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അവിടെ നമ്മുടെ ആർട്ട് ബോർഡിൻ്റെ കളർ മോഡാണ്. RGB മോഡുണ്ട്, CMYK കളർ മോഡുണ്ട്. നമ്മൾ പൊതുവെ എടുക്കാറ് RGB കളർ മോഡാണ്. CMYK എന്ന് പറയുമ്പോൾ വേറൊരു കളർ പാറ്റേൺ ആണ്. അത് കഴിഞ്ഞ് നമുക്ക് റാസ്റ്റർ എഫക്ട്സിൽ എത്ര PP ആണ്, അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ
നമ്മുടെ റാസ്റ്റർ ഫയൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പിക്സൽ പെർ ഇഞ്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോർഡിന് എത്ര PPI വേണമെന്നാണ്. അതായത് 300 PPI ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം സൂം ചെയ്താലും ക്വാളിറ്റി അങ്ങനെ തന്നെ പ്രിസർവ് ചെയ്ത് നിൽക്കും എക്സ്പോർട്ട് ചെയ്താൽ. അപ്പോൾ ഞാനിവിടെ ഒരു 150 PPI എടുക്കുകയാണ്. എനിക്ക് അത്ര ക്വാളിറ്റിയിൽ വേണമെന്നില്ല, ഒരു മീഡിയം ക്വാളിറ്റിയിൽ. അത് കഴിഞ്ഞ് പ്രിവ്യൂ മോഡ് പിക്സലാണോ ഓവർ പ്രിന്റ് പ്രിവ്യൂ മോഡാണോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രം. പിക്സലിൽ കാണും, ഓവർ പ്രിന്റ് കാണും. അത് കഴിയുമ്പോൾ നമുക്കൊരു മോർ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇതാണ് നമ്മുടെ ഈ മോർ സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഇതായിരുന്നു ഇല്ലുസ്ട്രേറ്ററിൻ്റെ പഴയ ന്യൂ ഡോക്യുമെന്റ് സൈസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നേരത്തെ കണ്ട അതൊക്കെ തന്നെയാണ്. അതിൽ അഡ്വാൻസ്ഡ് മോർ സെറ്റിങ്സ് നമുക്ക് കസ്റ്റം പേരൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതല്ലാതെ ബാക്കി സെയിം ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അതിൽ നമുക്കിവിടെ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് കഴിയുമ്പോൾ നമുക്കിതിൽ ബ്ലാങ്ക് ടെംപ്ലേറ്റ്സ്, ഇതിലാണ് നമുക്ക് ബാനർ ആർട്സ്, പ്രസൻറ്റേഷൻ, ബോക്സസ്, ബ്രോഷർ, ബിസിനസ് കാർഡ്, ഇതിൻ്റെയൊക്കെ ആർട്ട് ബോർഡ് ഓൾറെഡി ഇല്ലുസ്ട്രേറ്ററിൽ ടെംപ്ലേറ്റ് ആക്കി സേവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എടുത്ത് നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യുന്നതാണ്. അതായത് വെബ്സൈറ്റ്, DVD ഒക്കെ വെബ്സൈറ്റിൻ്റെ കവറ്, ടീഷർട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള സൈസ്, സ്റ്റേഷനറി, ഇതെല്ലാം ടെംപ്ലേറ്റ്സ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് അതിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് റെഡി ടു പ്രിൻ്റ് ഓപ്ഷനാണ്. ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആർട്ട് ബോർഡ് ക്രിയേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് റെഡി ടു പ്രിൻ്റ് ഓപ്ഷൻ ഇതിൽ കിട്ടും. ഞാനിത് ക്യാൻസൽ ചെയ്യാം. ഇതിനെപ്പറ്റി വേറൊരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഞാൻ ക്യാൻസൽ കൊടുത്തു. ഇവിടെ ഞാൻ റെസല്യൂഷൻ ഇപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കിതിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. സെൻറ്റിമീറ്റർ ആണല്ലോ ഒരുവിധം എല്ലാവർക്കും പരിചയമുള്ളത്. അപ്പോൾ എനിക്കൊരു വിഡ്ത്ത് ഒരു 10 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഒരു 8 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓൾറെഡി അത് പറഞ്ഞു ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന്. പോർട്രേറ്റ് ആയിരുന്നു, ഞാൻ 10 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഹൈറ്റ് 8 സെൻറ്റിമീറ്റർ കൊടുത്തപ്പോൾ ഓറിയൻറ്റേഷൻ ഓൾറെഡി ലാൻഡ്സ്കേപ്പിലോട്ട് മാറി. എനിക്ക് RGB കളർ മോഡിൽ മതി, ഒരു ആർട്ട് ബോർഡ് മതി, മീഡിയം പിക്സൽ പെർ ഇഞ്ച് ക്വാളിറ്റിയാണ്, 150 പിക്സൽ പെർ ഇഞ്ച് മതി. അപ്പം ഞാൻ ക്രിയേറ്റ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് കൊടുത്തപ്പോൾ എൻ്റെ ആർട്ട് ബോർഡ് വന്നു. ഇതാണ് എൻ്റെ ആർട്ട് ബോർഡ്. ഈ ആർട്ട് ബോർഡ് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് 10 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ട് ബോർഡ് വന്നത്. അപ്പോൾ ആർട്ട് ബോർഡിൽ ആദ്യം പരിചയപ്പെടുത്താൻ വന്നത്, ആദ്യം ഞാൻ ഒരു സാമ്പിൾ ഒബ്ജക്റ്റ് ഇവിടെ വരയ്ക്കാം. ഇതിനൊരു കൊടുത്തിട്ട് ആർട്ട് ബോർഡിൽ ഞാനൊരു ഒബ്ജക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആർട്ട് ബോർഡ് എങ്ങനെയാണ് നമ്മുടെ ഇതിൽ ഇല്ലുസ്ട്രേറ്ററിൽ ന്യൂ കൊടുത്ത് കൊണ്ടുവരേണ്ടത് പഠിച്ചു. അപ്പോൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ആർട്ട് ബോർഡിൽ എങ്ങനെ നമുക്ക് സൂം ചെയ്ത് പോകാം. അതിന് 3 ഓപ്ഷൻസ് ആണ് ആദ്യം ഉള്ളത്. നമുക്ക് വ്യൂവിൽ പോകാം. വ്യൂവിൽ പോയിട്ട് സൂം ഇൻ, സൂം ഔട്ട്. സൂം ഇൻ കൊടുത്തു കഴിഞ്ഞാൽ സൂം ഇൻ ആവും, സൂം ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂം ഔട്ട് ആവും. അതൊന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ അതിൻ്റെ ഏറ്റവും താഴത്തെ കോണറിൽ ഇവിടെ ഒരു 150% ഇറക്കണം. ഇതിൻ്റെ സൈഡിൽ ഒരു ആരോട്ടുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് സൂം ഔട്ട്, എത്ര പെർസെൻറ്റേജ് ആണ് സൂം ഇന്ന് എന്നുള്ളത് ഇതിൽ കാണാൻ കഴിയും. നമുക്ക് 64,000% വരെ സൂം ചെയ്യാൻ കഴിയും. അതുപോലെ 3.13% സൂം ഔട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ 150 PPI എടുത്തത് കൊണ്ടാണ്. കൂടുതൽ PPI എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സൂം ഔട്ട് റേഞ്ച് കൂടും.
അപ്പോൾ ഞാനിപ്പം 3.13 സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചെറുതായത് ഇത്രയാണ്. അതേസമയം ഞാൻ 64,000% പോയതുണ്ടോ, നമ്മൾ ആ വരച്ച ബ്ലൂ ഇല്ലേ, ബ്ലൂ ക്യാപ്സ്യൂൾ പോലെ അതിൻ്റെ അകത്തോട്ട് പോയി. അപ്പം നമുക്ക് ഒരു റേഞ്ച് എന്ന് പറയുന്ന ഒരു 150 ആണ്. 150 അല്ല കറക്റ്റ്. നമ്മളെ ഒറിജിനൽ ആർട്ട് ബോർഡിൻ്റെ സൈസ് വരണമെങ്കിൽ Ctrl+0. അപ്പോൾ നമ്മുടെ കറക്റ്റ് കൊടുത്ത സൈസ് തന്നെ ഇവിടെ വരും. അതായത് 8-10 സെൻറ്റിമീറ്റർ നമ്മൾ കൊടുത്തില്ലേ, അതേ സൈസിൽ തന്നെ കിട്ടണമെങ്കിൽ Ctrl+0 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ, സൂം ഔട്ട് സൂം ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞുള്ള വേറൊരു ഓപ്ഷനും എൻ്റെ ഫേവറേറ്റുമായിട്ടുള്ള ഓപ്ഷനാണ് Ctrl++ ഐക്കൺ. Ctrl++ ഐക്കൺ. അപ്പോൾ Ctrl+ ഐക്കണാണ് ഏറ്റവും എളുപ്പമുള്ളതും ഞാൻ ഉപയോഗിക്കുന്നതായിട്ട്. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും Ctrl+, സൂം ഇൻ ചെയ്യാൻ Ctrl+ഉം സൂം ഔട്ട് ചെയ്യാൻ Ctrl-. കീബോർഡിൻ്റെ അങ്ങേ അറ്റമുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്യും. Ctrl+ ഫോർ സൂം ഇൻ, Ctrl- ഫോർ സൂം ഔട്ട്. അങ്ങനെയാണ് ആർട്ട് ബോർഡിൽ നമ്മൾ സൂം ഇന്നും സൂം ഔട്ടും ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞു തരാനുള്ളത്, ആർട്ട് ബോർഡിൽ നിന്ന് തന്നെ ഒരു ഭാഗത്തോട്ട് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ മുകളിലോട്ടോ താഴോട്ടോ നീങ്ങാനുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ആർട്ട് ബോർഡിനകത്ത് ചെറിയൊരു ഒബ്ജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ അത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. അപ്പോൾ നമുക്ക് ആർട്ട് ബോർഡിൻ്റെ വലത്തെ ഭാഗത്തോട്ടാണ് പോകേണ്ടതെങ്കിൽ കൺട്രോൾ ഞെക്കിയിട്ട് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ താഴോട്ടാക്കുക. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ താഴോട്ട് കറക്കുക. അപ്പം നമ്മൾ വലത്തെ സൈഡിലോട്ട് ഇപ്പം നീങ്ങുകയാണ്. അതേസമയം നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടതെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ മുകളിലേക്ക് ഇറക്കുക. മുകളിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഇടത്തെ സൈഡിലോട്ട് പോകുന്നു. അതേസമയം നിങ്ങൾക്ക് മുകളിലോട്ടാണ് പോകേണ്ടതെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്യരുത്, സ്ക്രോൾ ബട്ടൺ മുകളിലേക്ക് നീക്കുക. കണ്ടോ? അത് കഴിഞ്ഞ് നിങ്ങൾക്ക് താഴോട്ടാണ് പോകേണ്ടതെങ്കിൽ കൺട്രോൾ പ്രസ് ചെയ്യാതെ സ്ക്രോൾ ബട്ടൺ താഴോട്ട് കറക്കുക. കണ്ടോ? ഇത് നിങ്ങൾക്ക്, ഇതാണ് ഏറ്റവും എളുപ്പ വഴിയും എനിക്ക് ഇഷ്ടമുള്ളതും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രീതി ഇതാണ്. നിങ്ങൾക്ക് അല്ലാതെയും ഒരു വഴിയിലൂടെ ഇത് നീക്കാൻ സാധിക്കും. താഴെ ഇവിടെ ഒരു നമ്മുടെ സാധാരണ വെബ്സൈറ്റിലേക്ക് ഉള്ള പോലെ തന്നെ ഒരു സ്ക്രോൾ ബട്ടൺ ഉണ്ട് ഇവിടെ. ഇത് മൂവ് ചെയ്തു, പക്ഷേ ഇത് നമ്മൾ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് നീക്കി കഴിയുമ്പോൾ തന്നെ അത് ഒരുപാട് ദൂരത്തേക്ക് പോകും. കണ്ടോ? ഇങ്ങനെ നിങ്ങൾക്ക് നീക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ സൂം ഔട്ട് ചെയ്തിട്ട് അതെങ്ങനെയാണ് കാണിച്ചത്. ഇങ്ങനെ നീക്കാം. അതേസമയം താഴെ ഉള്ള ബട്ടണിൽ ഇങ്ങനെ നീക്കാം. അതാണ് പ്രധാനമായിട്ട് അതുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ആർട്ട് ബോർഡ് നിങ്ങൾ സൂം ഇൻ സൂം ഔട്ട് ചെയ്യുന്നതും ആർട്ട് ബോർഡിൽ നിന്ന് ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നതും എളുപ്പവഴിയിൽ എങ്ങനെയാണ്. ഇവിടെയാണ് നമ്മുടെ ആർട്ട് ബോർഡിൻ്റെ നാവിഗേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആർട്ട് ബോർഡ്, നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തപ്പോൾ ഒരു ആർട്ട് ബോർഡാണ് സെലക്ട് ചെയ്തത്. 2-3 ആർട്ട് ബോർഡ് സെലക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെക്കൻഡ് ആർട്ട് ബോർഡിലോട്ടോ 4th ആർട്ട് ബോർഡിലോട്ടോ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ആർട്ട് ബോർഡ് നാവിഗേഷൻ്റെ ബട്ടണാണിത്. അടുത്ത് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് സ്മാർട്ട് ഗൈഡുകളെ പറ്റിയാണ്. അപ്പോൾ ഞാനൊരു ഒബ്ജക്റ്റ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാണ്. ഒരു സർക്കിൾ വിത്ത് സെയിം കളർ.
നമുക്ക് ഇതിനെല്ലാം ഒരു നൈസ് റെഡ് കളർ കൊടുക്കാം. എല്ലാവരും റെഡ് കളർ കൊടുക്കാൻ. അപ്പം നമ്മൾ അടുത്ത് വ്യൂ പാനലിലേക്ക് പോവുകയാണ്. വ്യൂ പാനലിൽ പോയിട്ട് നമുക്കപ്പോൾ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു സ്മാർട്ട് ഗേറ്റ്സ് എന്ന് പറയുന്ന സംഭവം. സ്മാർട്ട് ഗേറ്റ്സ് ഇപ്പോൾ ഓണാണ്. അതുപോലെ തന്നെ സ്നാപ്പ് ടു ഗ്രിഡ്, സ്നാപ്പ് ടു പോയിന്റും സ്നാപ്പ് ടു ഗ്രിഡ്. സ്നാപ്പ് ടു പോയിന്റും ഓണാണ്, സ്മാർട്ട് ഗേറ്റ്സും ഓണാണ്. അപ്പോൾ ഇതെന്താണ് നൽകുന്നതെന്ന് ഞാൻ കാണിച്ചു. അപ്പോൾ ഞാൻ ഈ ഐറ്റം ഇതിലോട്ട് മൂവ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. കണ്ടോ, ഒരു ആരോക്കി അതിൻ്റെ സമാന ആരോക്കിയല്ല, ഒരു ലൈൻ നമുക്കൊരു കാണിച്ചു തരുന്നുണ്ടോ, ഇതിൻ്റെ നേരെയാണ് ഇത് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. കണ്ടോ, ഒരു പിങ്ക് കളറ് ഇത് വന്നുണ്ടോ അതിൻ്റെ ചുറ്റിനും. ഇതാണ് സ്മാർട്ട് ഗേഡിൻ്റെ സ്നാപ്പ് ടു ഗ്രിഡ് എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് തരുന്നു. അപ്പോൾ എനിക്ക് ഇതിനനുസരിച്ച് ഇതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന്, ആ രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ ഇതാ ഇവിടെയാണ്. കണ്ടോ, ഇൻ്റർസെക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുമായിട്ട് DY ആക്സിസ് 0 സെൻറ്റിമീറ്റർ വന്നിരിക്കുന്നുണ്ടോ, അതാണ് അതിൻ്റെ സെൻറ്റർ. രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്റർ എനിക്ക് ഉദ്ദേശം വെച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സ്മാർട്ട് ഗേറ്റ്സിൻ്റെയും സ്നാപ്പ് ടു ഗ്രിഡിൻ്റെയും സഹായം കൊണ്ട് എനിക്ക് അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് സെൻറ്ററിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഞാൻ അതിനെ സെൻറ്ററിൽ പ്ലേസ് ചെയ്തു. അതേസമയം എനിക്കിനി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യാന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്തു. അതേസമയം ഈ സർക്കിളിനെ നമുക്ക് ശകലം കൂടെ അഡ്ജസ്റ്റ് ചെയ്തു. ഈ സർക്കിളിനെ നമുക്ക് ഈ സ്ക്വയറിനെ ഈ സ്ക്വയറിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്കിപ്പോൾ ഇതൊരു കറക്റ്റ് പ്രൊപ്പോർഷണൽ 4 സൈഡ് ഒരേപോലെയുള്ള ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിനെ അതേ പ്രൊപ്പോർഷൻ കീപ്പ് ചെയ്ത് നമുക്ക് ശകലം കൂടെ വലുതാക്കും. അത്രയും വലുതിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ചെറുതാക്കുകയാണ്. എന്നിട്ട് അറേഞ്ച് ചെയ്ത് ശകലം കൂടെ ചെറുതാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തു. ഒരു ബ്യൂട്ടിഫുൾ ഹാർട്ട് ഇപ്പോൾ ഒരു 3 ഒബ്ജക്ട്സ് കൊണ്ട് ഉണ്ടാക്കിയാണ്. നമുക്ക് ശകലം കർവ് ചെയ്ത് കൊടുക്കാം. കർവിങ് മാറ്റി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് പല സ്മാർട്ട് ഗേറ്റ്സിൻ്റെയും സ്നാപ്പ് ടു ഗ്രിഡ് ഒബ്ജക്റ്റിൻ്റെയും സഹായം കൊണ്ട് നമുക്ക് ഇതുപോലെ ഓരോ ഒബ്ജക്ട്സും എങ്ങനെയാണ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ ആലോചിക്കുക. ആദ്യം നമ്മൾ എങ്ങനെയാണ് ആർട്ട് ബോർഡ് കൊണ്ടുവരേണ്ടതെന്ന് ചെയ്തു. രണ്ടാമത് ആർട്ട് ബോർഡിൽ നിന്ന് എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാമെന്ന് കണ്ടു. അത് കഴിഞ്ഞ് ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവന്നിട്ട് അതിനെ എങ്ങനെയൊക്കെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാമെന്ന് കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ലേയേഴ്സ് എങ്ങനെ ഉപയോഗിക്കാം അതിനെയൊക്കെ പറ്റിയിട്ടാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഗുഡ് ബൈ.